മഹാരാഷ്ട്രയിൽ നമുക്കറിയാം ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രാഷ്ട്രീയം നടക്കുന്ന, അല്ലെങ്കിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇൻട്രസ്റ്റിംഗ് രാഷ്ട്രീയം നടക്കുന്ന, തെരഞ്ഞെടുപ്പ് പ്രചരണം നടക്കുന്ന, ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന ഒരു സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. എന്തുകൊണ്ടെന്നാൽ BJP ഉദ്ധവ് താക്കറെയുടെ പാർട്ടിയെയും ശിവസേനയെയും അതുപോലെ തന്നെ ശരത് പവാറിൻ്റെ പാർട്ടി NCPയെയും പിളർത്തി അധികാരം പിടിച്ചെടുക്കാൻ നടത്തിയ നീക്കം BJPയെ വലിയ ശക്തിയാക്കി മാറ്റുമെന്നുള്ള കരുതലായിരുന്നു അവർക്കുണ്ടായിരുന്നത്. എന്നാൽ വഞ്ചകരുടെ ഗവൺമെൻറ്, വഞ്ചകരുടെ അലയൻസ് എന്നാണ് മറാഠകൾ ഇപ്പോൾ BJP നേതൃത്വം കൊടുക്കുന്ന, ഷിൻഡെ നേതൃത്വം കൊടുക്കുന്ന ഗവൺമെൻറ്റിന് ഇട്ടിരിക്കുന്ന പേര്. മഹാരാഷ്ട്രയുടെ എല്ലാ ഭാഗങ്ങളിലും, പ്രത്യേകിച്ച് ശിവസേനയുടെ, ബാലാസാബ് താക്കറെ നേതൃത്വം കൊടുത്ത ശിവസേനയുടെ ശക്തമായ കേന്ദ്രങ്ങളിലെല്ലാം BJPക്കെതിരെ, അജിത് പവാറിനെതിരെ, ഷിൻഡെയ്ക്കെതിരെ വലിയ എതിർപ്പാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അവിടെ ദളിതരും അതുപോലെ തന്നെ ആദിവാസികളും ചേർന്നുകൊണ്ട് അവിടുത്തെ മതന്യൂനപക്ഷങ്ങളെ ഒത്തൊരുമിപ്പിച്ചുകൊണ്ട് ഇന്ത്യ മുന്നണിക്ക് വേണ്ടിയിട്ട് വളരെ വലിയ സഹതാപമാണ് ഉദ്ധവ് താക്കറെയ്ക്കും ശരത് പവാറിനും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ പ്രാവശ്യം നേടിയ ഏതാണ്ട് 42ഓളം സീറ്റ് അവർ അവിടെ നേടിയിരുന്നു എങ്കിൽ പോലും മഹാരാഷ്ട്രയിൽ ഏറ്റവും കുറഞ്ഞത് 20 സീറ്റെങ്കിലും BJP അല്ലെങ്കിൽ NDA കൈവിടുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമില്ല. ഇതാണ് ഇപ്പോഴത്തെ മഹാരാഷ്ട്രയിൽ. ഇനിയിപ്പോൾ അങ്ങോട്ട് മഹാരാഷ്ട്രയിൽ നടക്കാൻ പോകുന്ന 2 സ്റ്റേജസ് കൂടി, 2 ഫേസസ് കൂടെ കണക്ക് കൂട്ടിയാൽ മഹാരാഷ്ട്രയിലെ ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്നത് ശിവസേനയും BJPയും തമ്മിലുള്ള മത്സരമാണ്. മഹാരാഷ്ട്രയിൽ BJPയുടെ മുന്നണിക്കുള്ളിൽ ഉദ്ധവ് താക്കറെയുടെ പാർട്ടിയെ പിളർത്തി BJPയോട് കൈകോർത്ത് നിൽക്കുന്ന യഥാർത്ഥ ശിവസേന എന്ന് പറയുന്ന പാർട്ടിയെ ജനങ്ങൾ വളരെ വലിയ എതിർപ്പോടുകൂടിയാണ് പ്രചരണങ്ങളിൽ കൂവി വിളിക്കുന്നത്. ഇതാണ് മഹാരാഷ്ട്രയിലെ ഇന്നത്തെ സ്ഥിതി.